നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവം തന്നെ സവിശേഷത തന്നെ അത് റെക്ലെസ് സ്റ്റേറ്റ് എന്നുള്ളതാണ്. ഈ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ ലോകരാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു രാജ്യം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു റിപ്പബ്ലിക്, എന്താ പറയുക, ഒരു സിവിലൈസ്ഡ് റിപ്പബ്ലിക് എന്നുള്ളതിൽ നിന്ന് മാറി ഒരു ഗാങ്സ്റ്റർ റിപ്പബ്ലിക് എന്നുള്ള നിലക്ക് പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അത്തരം നടപടികളിലെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പം ഇന്നലെ ഉണ്ടായിട്ടുള്ള ഖത്തർ ദോഹയിലുണ്ടായിട്ടുള്ള ആക്രമണം. അത് എന്താ പറയുക, ക്രോസിങ് ഓൾ ദ റെഡ് ലൈൻസ് എന്നൊരു പ്രയോഗമില്ല, ആ നിലക്ക് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഖത്തറിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ കൗതുകരമായുള്ളൊരു കാര്യം, ഈ 2025 തന്നെയാണ്, 2025 ജൂണിലാണ് ഖത്തറിന് നേർക്ക് ഇറാൻ്റെ ഒരു ആക്രമണം നടക്കുന്നത്. നോക്കൂ, 2025 സെപ്റ്റംബറിൽ ഖത്തറിന് നേർക്ക് ഇസ്രായേലിൻ്റെ ഒരു ആക്രമണം നടക്കുന്നു. ലോകത്ത് ഈ ഭൂഗോളത്തിൽ ഒരു രാജ്യം ഒരേ വർഷം ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ആക്രമണത്തിന് വിധേയമാവുക എന്ന് പറഞ്ഞാൽ അത് വിചിത്രവും കൗതുകരമായുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് സംഭവിക്കുക? ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം, അതിൻ്റെ ആർക്ക് എനിമിയെ നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. ഈ രണ്ട് രാജ്യങ്ങളും ഈ വർഷം ആക്രമിച്ചിട്ടുണ്ട്? ഖത്തറിനെ ആക്രമിച്ചു. വിചിത്രമായൊരു കാര്യമല്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഖത്തറിനൊരു പൊസിഷനിങ് ആണ്. അപ്പോൾ ഇറാൻ എന്തിനാണ് ആക്രമിച്ചത്? ഇറാനിൽ അമേരിക്കയുടെ അൽ ഉദൈദ് ബേസ് അവിടെ ഉണ്ട്. അപ്പോൾ ഈ അമേരിക്ക അതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് ഇറാൻ്റെ ന്യൂക്ലിയർ ഫെസിലിറ്റീസിൽ ആക്രമണം നടത്തി. അപ്പോൾ അതിനുള്ള പ്രതികാരം എന്നുള്ള നിലക്കാണ് ഇറാൻ ഖത്തറിലെ അൽ ഉദൈദ് ബേസിലേക്ക് ആക്രമണം നടത്തുന്നത്. ഖത്തറിലെ അൽ ഉദൈദ് ബേസിലേക്കാണ് ആക്രമണം നടത്തുന്നതെങ്കിലും അത് ബേസിക്കലി ഖത്തറിൻ്റെ സോവറിനിറ്റിയെ ബ്രീച്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതിൽ വലിയ കാഷ്വാലിറ്റി അല്ലെങ്കിൽ തുടർ ചലനങ്ങളുണ്ടായില്ല. കാരണം അതൊരു ടോക്കൺ അറ്റാക്ക് ആയിരുന്നു, എല്ലാവർക്കും അറിയാം. ഖത്തറിനെ നേരത്തെ അറിയിച്ചു, ഖത്തർ സ്വാഭാവികമായിട്ടും അമേരിക്കയെ അറിയിച്ചു, അമേരിക്ക അവർ ആവശ്യമായ സംവിധാനം. ആ എൻ്റെ ഒരു എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാടകമായിരുന്നു. കാരണം നേരത്തെ നടന്നിട്ടുള്ള അമേരിക്കയുടെ ആക്രമണം, ദാറ്റ്സ് എഗൈൻ ഇറാന് നേരത്തെ അതേക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അമേരിക്ക എന്തിനാണ് ചെയ്തതെന്ന് വെച്ചാൽ ഇസ്രായേലിനും ഈ ഇറാനുമായുള്ള യുദ്ധത്തിന് പിൻവാങ്ങണം, അതിനൊരു എക്സ്ക്യൂസ് ഉണ്ടാക്കി കൊടുക്കുക, ഒരു റീസൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവിടെ ഇവരുടെ എന്താണ് B-2B വിമാനം കൊണ്ടുപോയിട്ട് ബോംബിടുന്നു. ഇറാൻ ഒന്നും സംഭവിക്കുന്നില്ല. ഇറാൻ എന്താണ് ഒരു ടോക്കൺ അറ്റാക്ക് എന്നുള്ള ആൾക്ക് ദോഹയിൽ ആക്രമണം. പക്ഷേ ഇന്നലെ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണം എവിടേക്കാണ്? ഇതേ ദോഹയിലുള്ള ഹമാസിൻ്റെ പൊളിറ്റിക്കൽ ഓഫീസ് അവിടെയാണുള്ളത്. അവിടേക്കാണ് ആക്രമണം നടക്കുന്നത്. നേരത്തെ അതാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ അത് പിന്നെ അമേരിക്കയെ നെതന്യാഹുവിൻ്റെ ആദ്യത്തെ പ്രസ്താവന, ഇസ്രായേൽ കാറ്റ്സിൻ്റെ, ഇസ്രായേൽ ഒഫീഷ്യൽസിൻ്റെ ആദ്യത്തെ പ്രസ്താവന ഞങ്ങൾ വി അവർ ഓൺ എന്നുള്ളതാണ്. ഞങ്ങൾ സ്വന്തം നിലക്കെടുത്ത തീരുമാനമാണെന്നുള്ളതാണ്. അമേരിക്ക എന്താ പറഞ്ഞത്, ഞങ്ങളത് പിന്നെ ഇത് പുറപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ അറിഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഖത്തറിനെ അറിയിച്ചിരുന്നു. പക്ഷേ ഖത്തറിൻ്റെ വിദേശകാര്യ വക്താവ് ഇന്നലെ എന്താ പറഞ്ഞത്, ബോംബ് പൊട്ടുമ്പോഴാണ് ഞങ്ങൾക്ക് ഇവരുടെ സന്ദേശം കിട്ടുന്നത്. ഇതൊക്കെ ഇതിൻ്റെ ശരിയായ വസ്തുതകൾ എന്താണെന്നൊക്കെ ഉള്ളത് പിന്നെ കുറേ കാലം കഴിഞ്ഞ് കുറേ ഡോക്യുമെൻറ്റ്സ് ഡീക്ലാസിഫൈ ചെയ്യുമ്പോഴേക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷേ പ്രത്യക്ഷത്തിൽ സംഭവിച്ചിരിക്കുന്നത് എന്താണ്? ഖത്തറിൻ്റെ സോവറിനിറ്റി ബ്രീച്ച് ചെയ്തിരിക്കുന്നു, അവിടേക്ക് ആക്രമണം നടന്നിരിക്കുന്നു. ആ ആക്രമണത്തിലെ ലക്ഷ്യം നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടത് തന്നെയാണ്, ഹമാസിൻ്റെ നേതൃത്വമാണ്. പക്ഷേ ആ നിലക്ക് ഹമാസിൻ്റെ ഉന്നത നേതാക്കന്മാരും കൊല്ലപ്പെട്ട, ഓഫീസിൻ്റെ ഡയറക്ടറായിട്ടുള്ള ഒരാൾ, അതേപോലെ ഖൈൽ ഹയ ഇപ്പോൾ ഉള്ള ടോപ്പ് ലീഡർ, അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടു. അദ്ദേഹത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ മകൻ നേരത്തെ ഒരു മകൻ കൊല്ലപ്പെട്ടാണ് 2-3 വർഷം മുമ്പ് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ തന്നെ. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നേതാക്കന്മാർ കൊല്ലപ്പെടുന്നു, അല്ല അതിൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെടുന്നുള്ള പുതിയ കാര്യമല്ല. അതിൻ്റെ ഫൗണ്ടറായിട്ടുള്ള അഹമ്മദ് യാസീൻ മുതൽ ഇങ്ങോട്ട് അതിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഖാലിദ് മിഷൽ ഒഴികെ. ഖാലിദ് മിഷൽ മാത്രമാണ് ഹമാസ് ചീഫ് ആയിട്ടും കൊല്ലപ്പെടാതെ ബാക്കിയത്. പക്ഷേ അദ്ദേഹത്തിന് ഒരു അറ്റംപ്റ്റ് നടന്നിട്ടുണ്ട്. ആ അറ്റംപ്റ്റ് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ തന്നെ, മൊസാദിൻ്റെ ചരിത്രത്തിൽ തന്നെ എന്താണ് മോസ്റ്റ് മിസറബിളി ഫെയിൽഡ് അറ്റംപ്റ്റ് എന്ന് പറയുന്ന ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്. അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ഈ വിഷവാതകം അടിച്ച് കയറ്റുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡ്സ് തന്നെ അവരെ പിന്തുടർന്ന് പിടികൂടുന്നു. വലിയൊരു ഇവൻ്റാണത്. അപ്പം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നേതാക്കന്മാർ കൊല്ലപ്പെടുക എന്നുള്ളത് അസാധാരണമായുള്ള കാര്യമല്ല. അങ്ങനെ കൊല്ലപ്പെട്ടതെന്ന് വിചാരിക്കുക അവർക്ക് അതിനെയും മറികടന്ന് മുന്നോട്ട് പോകാൻ പറ്റും. ആ നിലക്കുള്ള ഒരു അതിജീവന ക്ഷമതയുള്ള ഒരു പ്രസ്ഥാനമാണെന്ന് അവർ സ്വയം തന്നെ തെളിയിച്ചു കഴിഞ്ഞാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഖത്തർ എന്ന് പറയുന്ന രാജ്യം അതാണ് ആക്രമിക്കേണ്ടത്. ഖത്തറിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തെ ഒരു മീഡിയേഷൻ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയാവുന്ന നിലക്കുള്ള ഖത്തറിൻ്റെ ഭരണഘടനയിൽ തന്നെ മീഡിയേഷൻ എന്നുള്ളത് ഇൻ്റർനാഷണൽ കോൺഫ്ലിക്റ്റ് സോണുകളിൽ മീഡിയേറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ രാജ്യത്തിൻ്റെ ഉത്തരവാദിത്തം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് തന്നെ ലോകത്ത് നിലനിൽക്കുന്ന ഒരുപാട് ലൈവ് കോൺഫ്ലിക്റ്റ് സോണിൽ മീഡിയേറ്റർ റോളുള്ളൊരു രാജ്യമാണ്. സുഡാനിലാണെങ്കിലും ചാഡിലാണെങ്കിലും യുക്രൈനിലാണെങ്കിലും ഒരുപാട്. ഇപ്പം അമേരിക്കയും താലിബാനും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പം താലിബാൻ്റെ ഓഫീസ് എവിടെയുണ്ട്? ദോഹയിലുണ്ട്. താലിബാനും
അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ എവിടെയാണ് നടക്കുന്നത്? ദോഹയിലാണ്. അവരാണ് മീഡിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ രാജ്യങ്ങൾ തമ്മിൽ ഇപ്പോൾ വെനസ്വേലയും അമേരിക്കയും തമ്മിൽ ഈയിടെ നടന്നിട്ടുള്ള പ്രിസണർ സ്വാപ്പ് അതിന് മീഡിയേറ്റ് ചെയ്തിരിക്കുന്നത് ആരാണ്? ഖത്തറാണ്. അപ്പോൾ രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, സ്റ്റേറ്റും നോൺ സ്റ്റേറ്റ് പാർട്ടീസും, ഇപ്പോൾ ഇസ്രായേലും ഹമാസ് തമ്മിലുള്ള പ്രശ്നത്തിൽ ആരാണ് മീഡിയേറ്റ് ചെയ്യുന്നത്? ഖത്തറാണ് മീഡിയേറ്റ് ചെയ്യുന്നത്. നോൺ സ്റ്റേറ്റ് പാർട്ടീസും തമ്മിലുള്ള തർക്കങ്ങൾ മീഡിയേറ്റ് ചെയ്യുന്നുണ്ട് ആര്? ഖത്തർ. ഇപ്പോൾ ഹമാസും ഫതഹും തമ്മിലുള്ള പ്രശ്നത്തിൽ അതിൽ മീഡിയേഷൻ റോളിൽ നിൽക്കുന്ന ആരാണ്? ഖത്തറാണ്. അങ്ങനെ അതവർ എല്ലാ കോൺഫ്ലിക്റ്റ് സോണിലും അവരത് ചെയ്യുന്നുണ്ട്. അവരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു സോഫ്റ്റ് പവറായിട്ട് അവരത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധമാണ്. ഈ പറയുന്ന അമേരിക്കയുടെ ഏറ്റവും വലിയ അവരുടെ സെൻകോം, അവരുടെ വ്യോമത്താവളം ഇവിടെയാണ്. അവിടെ തന്നെയാണ് ഹമാസിൻ്റെ ഓഫീസുള്ളത്. അത് ഒരുപക്ഷെ നമുക്ക് വിചിത്രമായി തോന്നാവുന്ന കാര്യമാണ്. പക്ഷേ ആ രാജ്യം അവരെ പൊസിഷൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. സാധാരണഗതിയിൽ ഇപ്പോൾ നോർവേ ആയിരുന്നു ആ നിലക്ക് മുമ്പുണ്ടായിരുന്ന രാജ്യം. ഇപ്പോൾ നേരത്തെ LTTയും ശ്രീലങ്കൻ സർക്കാരും തമ്മിൽ ആ സംഘടന നടക്കുന്ന കാലത്ത് ആരാണ് മീഡിയേറ്റ് ചെയ്യുന്നത്? നോർവേയാണ്. അന്ന് LTT നേതാക്കന്മാർ എവിടെയാണ് പോകുന്നത്? നോർവേയിലാണ് അവരുടെ ആൾ. അപ്പം ശ്രീലങ്ക നോർവേയിൽ പോയി നോർവേ ആക്രമിക്കുക, അല്ലെ നോർവേയിൽ LTT ഓഫീസ് ആക്രമിക്കുക, അങ്ങനെ ശ്രീലങ്ക ചെയ്തിട്ടില്ല. അങ്ങനെ ആരും ചെയ്യാറില്ല. കാരണം ഷൂട്ട് ദ മെസഞ്ചർ എന്ന് പറയുന്നത് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ്. എന്താണ്? സന്ദേശവാഹകനെ അല്ലെ മധ്യസ്ഥനെ അയാളെ ഷൂട്ട് ചെയ്യുക, അയാളെ ആക്രമിക്കുക എന്നുള്ളത് നമ്മളെല്ലാം മനുഷ്യർ വികസിപ്പിച്ച, മനുഷ്യർ പ്രാക്ടീസ് ചെയ്യുന്ന സിവിലൈസ്ഡ് നോംസിനെതിരായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ നോക്കൂ, ഈ മെസ്സഞ്ചർ അല്ലെ മീഡിയേറ്റർ ആയിട്ടുള്ള ഖത്തറിനെ ആക്രമിക്കുക എന്നല്ല. ആ സന്ദർഭം മനസ്സിലാക്കണം. ഇവർ എന്തിനു വേണ്ടിയാണ് ഹമാസ് നേതാക്കന്മാർ അവിടെ കൂടിയിരിക്കുന്നത്? ഈ ഡൊണാൾഡ് ട്രംപ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു സീസ് ഫയർ അഗ്രിമെൻ്റ് ഉണ്ട്, അമേരിക്കൻ അഗ്രിമെൻ്റ് ഉണ്ട്. ആ അഗ്രിമെൻറ്റ് വി ആർ സീരിയസ്ലി വർക്കിംഗ് ഓൺ ഇറ്റ് എന്നാണ് അതേക്കുറിച്ച് ഹമാസിലെ ലീഡർഷിപ്പ് കുറച്ച് മുമ്പ് പ്രസ്താവന ഇറക്കുന്നത്. നോക്കൂ, ഈ അഗ്രിമെൻ്റ് ആരാണ് കൊണ്ടുവരുന്നത്? ഇസ്രായേലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ട്രംപിൻ്റെ അഗ്രിമെൻ്റാണ്. ട്രംപ് പ്രപ്പോസ് ചെയ്തിട്ടുള്ള സീസ് ഫയർ അഗ്രിമെൻറ്റ്. ആൻഡ് ഹമാസിൻ്റെ റെസ്പോൺസ് എന്നാണ് വി ആർ സീരിയസ്ലി വർക്കിംഗ് ഓൺ ഇറ്റ്. അപ്പോൾ അതേക്കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി കൂടിയിരിക്കുകയാണ് അവർ. അവിടേക്കാണ് മിസൈൽ അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ദിസ് മാൻ, ഈ നെതന്യാഹു എന്ന് പറയുന്ന മനുഷ്യൻ, അയാൾക്ക് ഇതിലൊന്നും ഒരു വിശ്വാസമില്ല. ഈ സിവിലൈസേഷനിൽ അയാൾക്ക് വിശ്വാസമില്ല. ഇങ്ങനത്തെ ഈ പറയുന്ന ജനാധിപത്യ പ്രക്രിയയിൽ വിശ്വാസമില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി വൻ വിജയമാണ് ഇന്നലത്തെ ആക്രമണം. പക്ഷേ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വൻ പരാജയമാണ്. ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുക, അല്ലെങ്കിൽ എപ്പോഴും ഈ ഒരു സംഘർഷവും അതിക്രമവും നിലനിർത്തുക എന്നുള്ളത് ഈ നെതന്യാഹു ഒരു സമീപനമായി സ്വീകരിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇറാനിലേക്കുള്ള ആക്രമണം ശ്രദ്ധിക്കണം. ഈ ന്യൂക്ലിയർ ഇതുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ചകൾ തുടങ്ങാനിരിക്കുകയാണ്. ആ ചർച്ചകൾക്ക് തന്നെ നേതൃത്വം കൊടുക്കേണ്ട ആളെ വധിച്ചുകൊണ്ട് ഇസ്രായേൽ ആക്രമണം തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഡാമേജ് രണ്ട് നിലക്കാണ്. ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഒന്ന്, ഖത്തറും അമേരിക്കയും തമ്മിൽ വളരെ നല്ല ബന്ധമുണ്ട്. ഖത്തറും അമേരിക്കയും മാത്രമല്ല, എല്ലാ ഗൾഫ് രാജ്യങ്ങളും അമേരിക്ക തമ്മിൽ നല്ല ബന്ധമുണ്ട്. അൽ ഉദൈദ് ബേസ് അവിടെയുണ്ട്. ഖത്തറിലെ എയർ ഡിഫൻസ് സിസ്റ്റം, THAAD ആകട്ടെ, പാട്രിയറ്റ് ആകട്ടെ, അതെല്ലാം അമേരിക്ക നൽകിയതാണ്. ഖത്തറിൻ്റെ ഡിപ്ലോമാറ്റിക് പൊസിഷൻ, അമേരിക്കയുടെ ഡിപ്ലോമാറ്റിക് പൊസിഷൻ എന്ന് വെച്ചാൽ മേജർ നോൺ നാറ്റോ അലൈ, MNNA എന്ന് പറയും. ഇപ്പോൾ നാറ്റോയ്ക്ക് പുറത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അലൈ ആയിട്ടാണ് ഖത്തറിനെ കാണുന്നത്. ഖത്തർ അതുപോലെ ട്രില്യൺ കണക്കിന് ഡോളർ അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. മില്യൺ കണക്കിന് ഡോളറിൻ്റെ വിമാനം ഈ അടുത്താണ് ട്രംപിന് ഖത്തർ അമീർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുമായി നോക്കൂ, ഇത്രയും അടുത്ത സൗഹൃദമുള്ളൊരു രാജ്യം ഒരു നിർണായക ഘട്ടത്തിൽ വഞ്ചിച്ചു, പിന്നീന്ന് കുത്തി എന്നൊരു ഫീൽ ഖത്തറിനുണ്ടാവുമല്ലോ. ഇത് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു അലയാണ്, ഒരു സുഹൃത്ത് രാജ്യമാണ് അമേരിക്ക എന്നതിലേക്ക് സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ സുഹൃത്ത് രാജ്യങ്ങൾ കടക്കുക. അമേരിക്കയുടെ ട്രസ്റ്റ്, അമേരിക്കയുടെ വിശ്വാസ്യതയാണ്, അതിനാണ് ഇതിലേറ്റവും അധികം പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. രണ്ടാമത് അമേരിക്ക അറിഞ്ഞുകൊണ്ട് അനുവാദത്തോടു കൂടിയാണ് നൽകിയതെങ്കിൽ, അല്ലെ അറിയാതെയാണ്, രണ്ട് തന്നെയാണെങ്കിലും അമേരിക്കയാണ് ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ ഒഫീഷ്യൽ പൊസിഷനെതിരായിട്ടും പെരുമാറാൻ സാധിക്കും വിധം അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ അല്ലെങ്കിൽ അമേരിക്കൻ ഡീപ്പ് സ്റ്റേറ്റിൽ ഇസ്രായേലിന് സ്വാധീനമുണ്ട്. അമേരിക്കയെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ് എന്നുള്ള കാര്യമാണ് ഇതിലൂടെ വെളിപ്പെടുന്നത്. ഞാൻ വിചാരിക്കുന്നത് ഇത് അവിടുത്തെ ഓഫീസിൻ്റെ ഒരു ഭാഗം തകർക്കപ്പെടുന്നു, 5 ആളുകൾ കൊല്ലപ്പെടുന്നു. അതിൻ്റെ ഒരു ഫിസിക്കൽ ഡാമേജിനപ്പുറമുള്ള ഇംപ്ലിക്കേഷൻസ് ഈ മൊത്തം സംഗതികൾക്ക് ഉണ്ടാകുമെന്നുള്ളതാണ്. ഇതിൽ കാണേണ്ട ഒരു കാര്യം, നമ്മൾ ഇന്ന് നിലനിൽക്കുന്ന ലോകഘടന എന്ന് പറയുന്നത് കുറേയധികം നോംസ്, പ്രത്യേകിച്ച് ഐക്യരാഷ്ട്രസഭ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള
പൊതുവായി ഇൻ്റർനാഷണൽ ലോ എന്ന് നമ്മൾ പൊതുവായി പറയുന്ന കുറേ അധികം കാര്യങ്ങൾ, അതിൻ്റെ പുറത്താണ് നമ്മൾ ലോകം നിലനിൽക്കുന്നത്, അതിലാണ് ലോകം സഞ്ചരിക്കുന്നത്. അത് ബ്രേക്ക് ആകുമ്പോൾ ലോകത്തിൻ്റെ താളമാണ് തെറ്റുന്നത്. നമുക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 7 അറബ് രാജ്യങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞു. 8ാമത്തെയാണ് ഖത്തർ, ഇറാൻ, ഇറാഖ്, സിറിയ, ലെബനൻ, യമൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടുണീഷ്യ ആക്രമിച്ച ടുണീഷ്യൻ ടെറിട്ടോറിയൽ വാട്ടേഴ്സിൽ കയറിയാണ് ഈ ഫ്രീഡം ഫ്ലോട്ടിലെ കപ്പൽ ആക്രമിക്കുന്നത്. ഇന്നലെ ഖത്തറിനെ ആക്രമിച്ചു. സോ മൊത്തം പിന്നെ ഈ ഫലസ്തീനെയും, അങ്ങനെ 8 തങ്ങൾക്ക് പുറത്തുള്ള 8 ടെറിട്ടറികൾ അവർ ആക്രമിച്ചു കഴിഞ്ഞു. അതെന്തുകൊണ്ട് ലോകത്തൊരു ചലനം ഉണ്ടാക്കുന്നില്ല? ഇതിനേക്കാൾ വിചിത്രമായൊരു കാര്യം ഞാൻ പറയാം. അടുത്ത ആഴ്ച നടക്കാനിരിക്കുന്ന UN ജനറൽ അസംബ്ലിയിൽ ഈ മെഹ്മൂദ് അബ്ബാസ്, ഫലസ്തീൻ പ്രസിഡൻ്റായുള്ള മെഹ്മൂദ് അബ്ബാസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഡെലിഗേഷനും അവർക്കുള്ള വിസ നിഷേധിച്ചിരിക്കുകയാണ് അമേരിക്ക. നോക്കൂ, അമേരിക്ക എങ്ങനെയാണ് വിസ നിഷേധിക്കാൻ പറ്റുക? UN ആസ്ഥാനം ന്യൂയോർക്കിലാണുള്ളത്. ന്യൂയോർക്കിൽ UN ആസ്ഥാനത്തേക്ക് പോകുന്ന ഒരാൾക്ക് വിസ നിഷേധിക്കാൻ നിയമപരമായി അമേരിക്ക അവകാശമില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഈ വരുന്ന വ്യക്തി അമേരിക്കൻ ഇൻറ്റേർണൽ സെക്യൂരിറ്റിക്ക് ത്രെറ്റാകും എന്നുള്ള അവസ്ഥ വരുമ്പോഴല്ലാതെ. UN ജനറൽ ഹെഡ് ക്വാർട്ടേഴ്സ് അഗ്രിമെൻ്റ് എന്ന് പറഞ്ഞൊരു അഗ്രിമെൻ്റ് ഉണ്ട്. ആ അഗ്രിമെൻ്റ് പുറത്താണ് ഈ സംവിധാനം ചലിക്കുന്നത്. അപ്പോൾ അവിടെ ലോകത്തുള്ള ഏതൊരു രാഷ്ട്രത്തലവനും അവിടെ വന്നാൽ വരാനുള്ള സൗകര്യം ഒരുക്കുക, അയാളുടെ യാത്ര ഫെസിലിറ്റേറ്റ് ചെയ്യുക, സുരക്ഷ ഒരുക്കുക, ഇതാരുടെ ഉത്തരവാദിത്തമാണ്? അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ്. നമുക്ക് 1988 യാസർ അറഫാത്ത് 88 എന്ന് പറയാൻ മനസ്സിലാക്കണം, അന്ന് ഫലസ്തീൻ, ഈ സ്റ്റേറ്റ് ഓഫ് പലസ്തീൻ ഉണ്ടായിട്ടില്ല. അദ്ദേഹം PLO ചെയർമാൻ മാത്രമാണ്. ഇപ്പോൾ UN മെമ്പർ സ്റ്റേറ്റിൻ്റെ ആളുകളെയും UN ഒബ്സർവേഴ്സിനെയും അവിടെ സന്ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കാനുള്ളതാണ് അമേരിക്കയുടെ ഉത്തരവാദിത്തം. 88 PLO ഈ PLO ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് യാസർ അറഫാത്ത് അവിടേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് വിസ നിഷേധിച്ചു. അന്ന് UN എന്താ ചെയ്തതെന്നറിയോ? UN ജനറൽ അസംബ്ലി മീറ്റിംഗ് ന്യൂയോർക്കിൽ നിന്ന് ജനീവയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. എന്തിനു വേണ്ടിയാണെന്നറിയോ? യാസർ അറഫാത്തിന് വരാനുള്ള സൗകര്യം ഒരുക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പലസ്തീൻ അതോറിറ്റി പ്രസിഡൻ്റായിട്ടുള്ള മെഹ്മൂദ് അബ്ബാസിന് വിസ നിഷേധിക്കുകയാണ്. UN എന്തോ പറയുന്നറിയോ? അയ്യോ, ഞങ്ങളൊന്ന് അമേരിക്കയോട് സംസാരിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇത് ഗുരുതരമായിട്ടൊരു സാഹചര്യമാണ്. ഒരു രാജ്യം, ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം, ഒരു അന്താരാഷ്ട്ര മര്യാദയും പാലിക്കാതെ എവിടെയും കയറി എന്തും ചെയ്യുന്നു. അതിന് അമേരിക്ക സമ്പൂർണ്ണമായി പിന്തുണ നൽകുന്നു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അവരിൽ നിക്ഷിപ്തമായിട്ടുള്ള ഉത്തരവാദിത്തം പോലും നിർവഹിക്കാതെ UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ വരുന്ന പലസ്തീൻ നേതാവിന് അവർക്ക് വിസ നിഷേധിക്കുന്നു. ഞാൻ ഇതേക്കുറിച്ച് കാണുന്നത് ഇത് ഇങ്ങനെ കുറച്ച് ഇത്തരം പ്രശ്നങ്ങളുണ്ടാകും. കാരണം നമ്മൾ ഈ പറഞ്ഞ UN രൂപീകരിക്കപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള ലോകഘടനയ്ക്ക് ഏറ്റവും അധികം ആഘാതമേറ്റുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ സംവിധാനം മാറുകയും പുതിയൊരു ലോക രാഷ്ട്രീയ ക്രമം രൂപീകരിക്കപ്പെടുകയും ചെയ്യുന്നതിലേക്ക് ഈ എൻ്റയർ എപ്പിസോഡ് ചെന്ന് അവസാനിക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ ഇതെന്തോ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നം, അവർ തമ്മിലൊരു അടിപിടി എന്നുള്ള നിലക്കല്ല. ലോകക്രമം വളരെ അനീതിയിൽ അധിഷ്ഠിതമായ, അക്രമത്തിലും ആയുധശക്തിയിലും അധിഷ്ഠിതമായ ഇന്നത്തെ ലോകക്രമം അത് സ്വയം എക്സ്പോസ് ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങളാണ്. അതിൻ്റെ ഏറ്റവും മാരകമായ വേർഷനാണ് ദോഹയിൽ സംഭവിച്ചിരിക്കുന്നത്. അത് അതിൻ്റെ ഒരു നാച്ചുറൽ ടേണിലേക്ക്, സ്വാഭാവികമായ പരിണതിയിലേക്ക് കടക്കുമെന്ന് ഞാൻ വിചാരിക്കും.